പരസ്പരം സ്നേഹിക്കുവിൻ. ദൈവവചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുപ്പട്ട ദാനകർമ്മം ആരംഭിക്കുകയാണ്. ഇപ്പോൾ വൈദികാർത്തികയെ വൈദിക പട്ടം സ്വീകരിക്കുന്നതിന് പേര് ചൊല്ലി വിളിക്കുന്നു. വൈദികാർത്തി എഴുന്നേറ്റ് നിന്ന് ദൈവത്തിന് സ്തുതി എന്ന് പ്രത്യുത്തരിച്ച് വണങ്ങുന്നു. തുടർന്ന് സെൻറ്റ് ഫ്രാൻസിസ് കപ്പുച്ചിൻ സഭയുടെ പ്രൊവിൻഷ്യൽ ആയ ബഹുമാനപ്പെട്ട ഫാദർ ജോൺ ഫെർണാണ്ടസ് ഈ വൈദികാർത്തിയോ വൈദിക പട്ടം നൽകണമെന്ന് അഭിവന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം ദൈവജനം ദൈവത്തിന് നന്ദി എന്ന് പ്രത്യുത്തരിക്കുകയും ചെയ്യുന്നു. വൈദിക പട്ടം സ്വീകരിക്കുവാനുള്ള ഡീക്കൻ റോഷി റോബർട്ട് മുന്നോട്ട് വരിക. അഭിവന്യ പിതാവേ, ഈ നിൽക്കുന്ന സഹോദരൻ റോഷി റോബർട്ടിന് വൈദിക പട്ടം നൽകണമെന്ന് തിരുസഭാ മാതാവ് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഇദ്ദേഹം ഈ ഉന്നത പദവിക്ക് അർഹനാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ദൈവജനത്തോടും ചുമതലപ്പെട്ടവരോടും ആരാഞ്ഞതിൽ ഇദ്ദേഹം അർഹനാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയും. നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം ആശ്രയിച്ചുകൊണ്ട് ഈ സഹോദരനെ നാം വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് നന്ദി. ഇപ്പോൾ പൗരോഹിത്യത്തെക്കുറിച്ചും പൗരോഹിത്യ ധർമ്മത്തെക്കുറിച്ചും അഭിവന്യ പിതാവ് അർദ്ധിയെയും നമ്മെയും ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ബന്ധുവോ മിത്രമോ ആയ ഈ യുവാവ് മിശിഹായിൽ എൻ്റെ വത്സലപുത്രൻ ഡീക്കൻ റോഷി റോബർട്ട് പുരോഹിത പദവിയിലേക്ക് അവരോധിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ ശുഭാവസരത്തിൽ പൗരോഹിത്യത്തിന് തിരുസഭയിലുള്ള മാഹാത്മ്യവും ഔന്നത്യവും എന്തെന്ന് അല്പമൊന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. തൻ്റെ ദൗത്യത്തിൽ പങ്കുചേരാനായി ചിലരെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തയക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത് ജനതകളുടെ പിതാവും ഇസ്രയേലിന് അനുഗ്രഹവുമാക്കി. മറ്റ് ജനതകളിൽ നിന്ന് ഇസ്രയേലിനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പും ഉടമ്പടിയും മുദ്രവയ്ക്കപ്പെടുന്നത് മോശ ജനങ്ങളുടെ മേൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചുകൊണ്ടാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 29-ാം അധ്യായം 21 മുതൽ അഹരോനെയും പുത്രന്മാരെയും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യുന്ന സംഭവം നാം വായിക്കുന്നുണ്ട്. ബലിപീഠത്തിന്മേലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹരോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം. അങ്ങനെ അവർ ശുദ്ധീകരിക്കപ്പെടും. തിരഞ്ഞെടുപ്പും വിശുദ്ധീകരണവും അഭിഷേചനവും ഉടമ്പടിയുടെ പ്രധാന ഘടകങ്ങളായിരുന്നു. സംഖ്യാപുസ്തകത്തിൽ നാസീർ വ്രതക്കാരുടെ അഭിഷേചനത്തെക്കുറിച്ച് പറയുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന നാസീർ വ്രതക്കാർ ലൗകിക സുഖങ്ങളിൽ നിന്ന് അകന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ കടപ്പെട്ടവരായിരുന്നു. അവർ പരിപൂർണമായും ദൈവത്തിൻ്റെ സ്വന്തമായിരുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെയും അഭിഷേചനത്തിൻ്റെയും കാതലായ വശം കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നേക്കും ദൈവത്തിൻ്റെതുമായി
ദൈവത്തിൻ്റേത് മാത്രമായി മാറ്റി നിർത്തപ്പെടുന്നു എന്നതാണ്. മനുഷ്യൻ്റെ കണ്ണിൽ യോഗ്യരെന്ന് കാണപ്പെടുന്നവർ ദൈവത്തിൻ്റെ കണ്ണിൽ യോഗ്യരാവണമെന്നില്ല. തിരഞ്ഞെടുപ്പ് എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. യെശയ്യാ, ജെറമിയ തുടങ്ങിയ പ്രവാചകന്മാരുടെയും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെയും തിരഞ്ഞെടുപ്പുകളിൽ ഇത് വ്യക്തമാണ്. തനിക്കിഷ്ടമുള്ളവരെ അവൻ തൻ്റെ അടുത്തേക്ക് വിളിച്ചു, അവനോടുകൂടെ ആയിരിക്കാനും ഐക്യപ്പെടുവാനുമായി. പഴയ നിയമത്തിൽ ദാവീദിനെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്ന സംഭവം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ബെത്ലഹേംകാരനായ ജെസ്സയുടെ അടുത്തേക്ക് അയക്കാം. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം. സാമുവേൽ ജെസ്സയുടെ ഭവനത്തിലെത്തി. ആദ്യം കണ്ടത് മൂത്തപുത്രനായ ഏലിയാബിനെയാണ്. കർത്താവിൻ്റെ അഭിഷിക്തനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് സാമുവേലിന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, അവൻ്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. തുടർന്ന് ഓരോരുത്തരായി ജെസ്സയുടെ 7 മക്കൾ സാമുവേലിന് മുമ്പിലെത്തി. എന്നാൽ അവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തില്ല. ഒടുവിൽ ആടിനെ മേയ്ക്കാൻ പോയിരുന്ന ഇളയ മകനായ ദാവീദിനെ ചൂണ്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ. തൻ്റെ അഭിഷിക്തരെ ദൈവം അനാദി മുതലേ തിരഞ്ഞെടുക്കുകയും സർവകൃപാവരങ്ങളാലും ഒരുക്കുകയും ചെയ്യുന്നു. ജെറമിയ പ്രവാചകനോട് കർത്താവ് പറഞ്ഞു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ അവൻ ആവശ്യമായ കൃപാവരങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൻ്റെ പരിമിതികളെ ഓർത്ത് ആകുലപ്പെടുന്ന ജെറമിയായോട് കർത്താവ് പറയുന്നു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിൻ്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. അനന്തരം കർത്താവ് കരം നീട്ടി അവൻ്റെ അധരത്തിൽ സ്പർശിച്ചു. ദൈവത്തിൻ്റെ സ്പർശം അഥവാ അഭിഷേചനം ദൈവകൃപയുടെ പ്രകടനമായ തെളിവാണ്. ഇന്ന് പുരോഹിതനായി അവരോധിക്കപ്പെടുന്ന ഈ സഹോദരൻ്റെ കരങ്ങളിൽ തൈലം കൊണ്ട് അഭിഷേചിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ബാഹ്യ അടയാളമാണ്. എന്തിനു വേണ്ടിയാണ് കർത്താവ് ഒരുവനെ തിരഞ്ഞെടുക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും? തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് അരുൾ ചെയ്ത വചനത്തിൽ അതിനുള്ള ഉത്തരമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഘോഷിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ സമ്പൂർണ്ണ വിമോചനത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ ക്രിസ്തുനാഥൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഓരോ പുരോഹിതനും അഭിഷേകം ചെയ്യപ്പെടുന്നത് ഈ ദൗത്യം തുടരുവാനാണ്. ക്രിസ്തുവിൻ്റെ പ്രവാചക വിശുദ്ധീകരണ അജപാലന ദൗത്യങ്ങളിൽ പങ്കുചേരാനുള്ള വിളിയാണ് പൗരോഹിത്യം. തിരുപ്പട്ട സ്വീകരണം വഴി മെത്രാന്മാരുടെ പൗരോഹിത്യത്തിൽ പങ്കാളികളും നിത്യപുരോഹിതനായ ക്രിസ്തുവിന് അനുരൂപരുമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയ മകനെ, സുവിശേഷം പ്രസംഗിക്കുക, ദൈവജനത്തെ നയിക്കുക, ദൈവാരാധന കർമ്മങ്ങൾ നിർവഹിക്കുക, വിശിഷ്യ ദിവ്യബലി അർപ്പിക്കുക എന്നിവയാണ് പുതിയ ഉടമ്പടിയിലെ പുരോഹിതൻ്റെ പ്രധാന ചുമതലകൾ.
ലോകൈക ഗുരുവായ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ സഭയുടെ ബോധനധർമ്മം യഥാവിധി നിറവേറ്റുക. നീ സന്തോഷപൂർവ്വം സ്വീകരിച്ച ദൈവവചനം എല്ലാവർക്കും പകർന്നു കൊടുക്കുക. ദൈവിക നിയമങ്ങളെ ധ്യാനിക്കുക. പാരായണം ചെയ്യുന്ന ദൈവവചനം വിശ്വസിക്കുക. വിശ്വസിക്കുന്നത് പഠിപ്പിക്കുക. പഠിപ്പിക്കുന്നത് ആചരിക്കുക. ലോകത്തിൻ്റെ പവിത്രീകരണവും യഥോചിതം ക്രിസ്തുവിൽ നിർവഹിക്കുക. പവിത്രീകരണം സാധിക്കേണ്ടത് പ്രധാനമായും ദിവ്യബലിയിലൂടെയാണ്. പ്രിയമകനെ, ഈ ദിവ്യകൂദാശയിൽ നീ കൈകാര്യം ചെയ്യുന്നത് എന്തെന്ന് എപ്പോഴും ഓർമ്മ വേണം. നീ അനുഷ്ഠിക്കുന്ന മഹത്തായ ദിവ്യരഹസ്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തണം. മിശിഹായുടെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന നീ ഇന്ദ്രിയ നിഗ്രഹം വഴി പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിക്കുകയും അവിടുത്തെ ഉയർപ്പിൽ പങ്കുചേരുകയും ചെയ്യണം. സ്വന്തം താൽപ്പര്യങ്ങൾ പരിത്യജിച്ച് ക്രിസ്തുവിൻ്റെ താൽപ്പര്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുക. ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ പുതുജീവൻ പകർന്നുകൊടുത്ത് ദൈവജന സമൂഹത്തിലെ അംഗത്വം വർദ്ധിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. കുംഭസാരം എന്ന കൂദാശയിൽ ക്രിസ്തുവിൻ്റെയും സഭയുടെയും നാമത്തിലാണ് പാപമോചനം നൽകുന്നത്. വിശുദ്ധ തൈലം കൊണ്ട് രോഗികളെ അഭിഷേകം ചെയ്യുമ്പോൾ അവർക്ക് ആധ്യാത്മിക ശക്തിയും സ്വർഗീയാശ്വാസവും പകർന്നു കൊടുക്കുന്നു. എല്ലാ ദിവസവും യാമപ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലി ദൈവത്തിന് കൃതജ്ഞതയും സ്തോത്രവും അർപ്പിക്കുക. ദൈവജനത്തിനും എന്നല്ല അഖില ലോകത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമകനെ, സഭയുടെ ശിരസ്സും സംരക്ഷകനുമായ യേശുക്രിസ്തു പരമേൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ഉത്സാഹപൂർവ്വം നിർവഹിക്കുക. മെത്രാനുമായും നിൻ്റെ മേലധികാരികളുമായും എപ്പോഴും ഐക്യത്തിലും സൗഹൃദത്തിലും വർത്തിക്കുക. എല്ലാ വിശ്വാസികളെയും ഏക കുടുംബമായി ഒരുമിച്ച് ചേർത്ത് ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുക. നല്ലയിടയനായ ക്രിസ്തുവിൻ്റെ പാവന മാതൃക നിൻ്റെ കൺമുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സേവനം സ്വീകരിക്കുവാനല്ല, സേവനം ചെയ്യാനാണ് അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത്. നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് രക്ഷിക്കാനാണ് അവിടുന്ന് മനുഷ്യനായി പിറന്നത്. ഇതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. പ്രിയമകനെ, അങ്ങനെ നീ ക്രിസ്തുനാഥന് അനുരൂപനായ പ്രതിപുരുഷനും ദൈവജനത്തിൻ്റെ നിസ്വാർത്ഥ സേവകനുമായി പരിലസിക്കുക. അവിടുന്ന് നിൻ്റെ കാലടികൾ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും വഴിത്താരയിലൂടെ നയിക്കുമാറാകട്ടെ. പരിശോധനയാണ് ഇപ്പോൾ നടക്കുക. പൗരോഹിത്യം അജഗണത്തിന് സേവനം ചെയ്യുവാനും വിശ്വാസികളെ വിശുദ്ധീകരിക്കുവാനും ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ വിശ്വസ്തയോടെ അനുഷ്ഠിക്കുവാനും ദൈവവചനം പഠിപ്പിക്കുവാനും ജീവിക്കുവാനും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായുള്ള സമർപ്പണവുമാണ്. വൈദിക പദവിയിലേക്ക് തിരഞ്ഞെടുത്ത ഡീക്കൻ റോഷി താൻ ഏറ്റെടുക്കുവാൻ പോകുന്ന ഈ ചുമതലകൾ യഥാവധി നിർവഹിക്കാമെന്ന് ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും മുമ്പാകെ വാഗ്ദാനം ചെയ്യുന്നു. വൈദികാർത്ഥി എഴുന്നേറ്റ് നിൽക്കുന്നു. പ്രിയമകനെ, വൈദിക പട്ടം സ്വീകരിക്കുവാൻ മുന്നോട്ട് വരുന്നതിന് മുമ്പ് അതോടുകൂടി നീ ഏറ്റെടുക്കുവാൻ പോകുന്ന വൈദിക ചുമതലകൾ യഥാവിധി നിർവഹിക്കുമെന്നുള്ള ദൃഢനിശ്ചയം ജനസമക്ഷം പ്രഖ്യാപിക്കണം. മെത്രാന്മാരുടെ വിശ്വസ്ത സഹപ്രവർത്തകൻ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ക്രിസ്തുവിൻ്റെ അജഗണത്തിന് സേവനമനുഷ്ഠിച്ച് പുരോഹിത കർത്തവ്യങ്ങൾ നിറവേറ്റുവാൻ നീ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനും വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിനും വേണ്ടി തിരുസഭയുടെ പാരമ്പര്യത്തിനനുസൃതമായി ക്രിസ്തുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ ഭക്തിയോടും വിശ്വസ്തയോടും കൂടി അനുഷ്ഠിക്കുവാൻ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. സുവിശേഷം പ്രസംഗിച്ചും
സഭയുടെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിച്ചും ദൈവവചന പ്രഘോഷണ കർമ്മം യഥായോഗ്യം നിറവേറ്റുവാൻ നീ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. സ്വർഗസ്ഥനായ പിതാവിന് തന്നെ തന്നെ ബലിയർപ്പിച്ച മഹാപുരോഹിതനായ ക്രിസ്തുനാഥനോട് അനുദിനം അവഗാഠം യോജിച്ച് പുണ്യത്തിൽ അഭിവൃദ്ധിപ്പെടുകയും ജനങ്ങളുടെ നിത്യരക്ഷയ്ക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുവാൻ സന്നദ്ധനാണോ? ഞാൻ സന്നദ്ധനാണ്. ദൈവം എന്നെ സഹായിക്കട്ടെ. വാഗ്ദാനമാണ് ഇനി നടക്കുക. പിതാവിൻ്റെ തിരുഹിതത്തിന് കീഴ്വഴങ്ങി ക്രിസ്തു കാൽവരിയിൽ ബലിയായി ലോകത്തിന് രക്ഷയായി തീർന്നു. തൻ്റെ അനുസരണയുള്ള ദൗത്യത്തിലൂടെ അനേകർക്ക് ബലിയായി തീരുവാൻ പ്രാർത്ഥനയോടെ അർത്ഥിയിപ്പോൾ മെത്രാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് കൂപ്പുകൈ മെത്രാൻ്റെ കരങ്ങളിൽ അർപ്പിച്ച് തൻ്റെ സന്യാസ സഭാധ്യക്ഷനോട് അനുസരണയുള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പ്രിയമകനെ, നിന്റെ രൂപതാധ്യക്ഷനോടും സന്യാസഭാധ്യക്ഷനോടും ആദരവും അനുസരണശീലവും ഉള്ളവനായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. മകനെ, ദൈവം നിന്നിൽ സമാരംഭിച്ച സൽകൃത്യം പൂർത്തിയാക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. സകല പുണ്യവാന്മാരോടുള്ള പ്രാർത്ഥനാമാലയാണിപ്പോൾ. ഇന്നെടുക്കുന്ന തീരുമാനങ്ങളിൽ മരണത്തോളം വിശ്വസ്തനായിരിക്കുവാനുള്ള കൃപയ്ക്കായി സകല വിശുദ്ധരെയും മാധ്യസ്ഥ സഹായം വൈദികാർത്തി തേടുന്ന സമയമാണ്. കുഞ്ഞുനാൾ മുതൽ കൂദാശകളാൽ തന്നെ ധന്യമാക്കിയ ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് മുമ്പിൽ ഈ സഹോദരൻ കമിഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നല്ല തമ്പുരാനെ, എല്ലാ അനുഗ്രഹങ്ങളും ഇവൻ്റെ മേൽ ചൊരിയണമേ എന്നും സമാധാനത്തിൻ്റെ ദൂതനാക്കണമേ എന്നും നമുക്ക് തീഷ്ണമായി പ്രാർത്ഥിക്കാം. അഭിവന്യ പിതാവിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും മുട്ടുകുത്തുന്നു. വത്സല മക്കളെ, പുരോഹിത പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഈ സഹോദരൻ്റെ മേൽ സ്വർഗീയ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. ദൈവജനനി മാമരിയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാം മിഖായേലേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധവാനവ ദൂതന്മാരെ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ സ്നാപക യോഹന്നാനേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധ പത്രോസ് പൗലോസേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും അന്ത്രേയ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിശുദ്ധനാകും യോഹന്നാൻ,
ഗ്രിഗോറിയേ, വിശുദ്ധനാകും അഗസ്തീനേ, വിശുദ്ധനാകും അത്തനാസ്യൂസേ, വിശുദ്ധനാകും ബസിലിയുസേ, വിശുദ്ധനാകും മാർട്ടിനേ, വിശുദ്ധനാകും ബെനഡിക്റ്റേ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയേ, വിശുദ്ധനാം ജോൺ മേരി വിയാനി, വിശുദ്ധയാകും ക്ലാരയേ, വിശുദ്ധനാകും ഡൊമിനിക്കേ, വിശുദ്ധനാകും അന്തോനീസേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറേ, വിശുദ്ധയാകും അമ്മ ത്രേസ്യ, വിശുദ്ധയാകും കത്രീന, വിശുദ്ധയാകും അൽഫോൻസ, വിശുദ്ധരാകും സകലരുമേ, കരുണാനിധിയാം കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും പാപങ്ങൾ സകലത്തിനും നിത്യമതാമൃതിയിൽ നിന്നും നിന്നവതാരം വഴിയായി മൃതിയുമുയർത്തും വഴിയായി ദിവ്യാത്മാവിൻ ആഗമനത്താൽ തിരുസഭയെ പരിരക്ഷിപ്പാൻ കനിയണമെന്നിവ പ്രാർത്ഥിപ്പൂ. വത്സലനം പരിശുദ്ധ പിതാവ് വൈദിക ഗണവും വിശ്വാസത്തിൽ നിന്നുടെ കൃപയാൽ നിലനിന്നിടാൻ കനിയണമെന്നിവർ പ്രാർത്ഥിപ്പൂ. അഖില ജനത്തിനുമൈക്യം ശാന്തി അരുളാൻ ഞങ്ങൾ പ്രാർത്ഥിപ്പൂ. നിൻ ശുശ്രൂഷയിൽ ഇവനെ സുദൃഢം പരിപാലിക്കാൻ കനിയണമേ. തിരഞ്ഞെടുക്കപ്പെട്ടോർ
ജീവനിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ, അനുഗ്രഹങ്ങൾ വർഷിച്ചിവനിൽ പരിപാവനനായി തീർക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടോരിവനെ അനുഗ്രഹിച്ചതി പാവനനാക്കി പ്രേഷിതനായ അഭിഷേകം ചെയ്യാൻ വിനയസമേതം പ്രാർത്ഥിപ്പൂ. സജീവനാകും ദൈവത്തിൻ സുതനാമീശോ മിശിഹായി ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ കനിവോടങ്ങു കേൾക്കണമേ. ക്രിസ്തുനാഥ കേൾക്കണമേ. ക്രിസ്തുനാഥ കേൾക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയവായി കേട്ടരുളയണമേ. അങ്ങയുടെ ദാസന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും പൗരോഹിത്യത്തിൻ്റെ പ്രഭാവവും വർഷിക്കണമേ. പുരോഹിതനായി അവരോധിക്കപ്പെടുന്നതിന് ദേഹത്തെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ അങ്ങ് ഞങ്ങളുടെ എളിയ തീരുമാനം അംഗീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കൈവെപ്പ് കർമ്മം. തിരുപ്പെട്ട ദാനകർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നാം കടക്കുകയാണിപ്പോൾ. കൈവെപ്പ് കർമ്മവും പ്രതിഷ്ഠാപന പ്രാർത്ഥനയും. ഈ രണ്ട് കർമ്മങ്ങളിലൂടെയാണ് വൈദികാർത്തി വൈദികനായി തീരുന്നത്. കൈവെപ്പ് കർമ്മമാണ് ഇപ്പോൾ നടക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി കൈവെപ്പ് വഴി പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്തി നിൽക്കുന്ന ഡീക്കൻ റോഷിയുടെ ശിരസിൽ അഭിവന്യ പിതാവ് ഇരുകരങ്ങളും വെച്ച് മൗനമായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികരും പൗരോഹിത്യ കൂട്ടായ്മയുടെ പ്രതീകമായി ഡീക്കൻ്റെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അഭിവന്യ പിതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവജനം ഇരിക്കുന്നു. ഗായക സംഘം പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുന്നു.
പ്രകാശവും അഞ്ചിത ഭൂതലവും ഉണരും പ്രശാന്ത വേളയിൽ നിറഞ്ഞ ചൈതന്യമേ പരിശുദ്ധാത്മാവേ നിറഞ്ഞു കവിയണമേ പരിശുദ്ധ